ഇതേപോലത്തെ ഒരു ബോണ്ട് പേപ്പർ എടുക്കാനുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു അടിപൊളി ബുക്ക് ലാമ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ ബോണ്ട് പേപ്പർ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് മടക്കണം. പിന്നെ ഈ ഒരു മെത്തേഡ് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ 1 2 പഠിച്ച സമയത്ത് ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ മയിൽപ്പീലി ഉണ്ടാക്കില്ലേ, ആ ഒരു പ്രോസസ്സാണ് ഇവിടെയും. എന്നിട്ട് ആദ്യം മടക്കിയതുപോലെ ഒന്നുകൂടി മടക്കാം. ഇനിയുള്ളത് ചെറുതായിട്ടൊരു ക്ഷമ വേണ്ട കാര്യമാണ്. കാരണം ഇത് മടക്കാൻ ഇത്തിരി പാടാണ്. ഇതേപോലെ രണ്ട് സൈഡിലും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആ രണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. കാരണം ഇത്തിരി പാടാണെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നല്ല എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യണം. അത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് അതിന് ചെറിയൊരു ബോക്സ് ഷേപ്പിൽ വെട്ടി കൊടുക്കണം കേട്ടോ സൈഡിൽ. അതെന്തിനാന്ന് വെച്ചാൽ ഫെറിലൈറ്റ് വെക്കാനാണ്. നിങ്ങൾക്ക് ഈ കാർഡ്ബോർഡിൽ വേണമെങ്കിൽ ഒരു യെല്ലോ കളർ പേപ്പർ ഒട്ടിക്കുക കേട്ടോ, ഇത്തിരി കൂടി ഭംഗിയാവും. എന്നിട്ട് ഇതേപോലെ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ പേപ്പറില്ല, അത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് ബുക്ക് ലാമ്പ് ഓപ്പൺ ആക്കി നോക്കാൻ, കാരണം അത് നല്ലപോലെ ഒട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനാണ്. ഇനിയുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ഒരു ഐറ്റം നമ്മൾ സ്റ്റഡി ടേബിളിൽ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്തിരുന്ന ഒരു ജേർണൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ.